പെന്തക്കോസ്തുകാർക്ക് ഒരു MLA വേണോ? ഈ ചർച്ച കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ്. സാധാരണ പെന്തക്കോസ്ത് ലേബലിൽ MLA എന്നല്ല ഒരു പൊതുപ്രവർത്തകനും ഉണ്ടാകാൻ പാടില്ലെന്നതാണ് പൊതു തത്വം. പെന്തക്കോസ്ത് വിശ്വാസികളായ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരൊക്കെ ഉണ്ടാകണം. എന്നാൽ അത് പെന്തക്കോസ്ത് ലേബലിലോ അല്ലെങ്കിൽ പെന്തക്കോസ്ത് റിസർവേഷനിലോ ആകരുത്. അത് മാത്രം വേണ്ട. ഒരുപക്ഷെ അങ്ങനെ വന്നാൽ ആ അവകാശവാദങ്ങൾ ഗുണത്തെക്കാൾ ഏറെ ദോഷം മാത്രമേ ചെയ്യൂ. കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ ജയിക്കുന്നതിൽ നിർണായക സ്വാധീനം ഒരു പരിധിവരെ പെന്തക്കോസ്തുകാർക്കുമുണ്ട്. ഈ അവകാശവാദം ഈ അടുത്ത സമയത്ത് പല പാസ്റ്റർമാരും മുതലാക്കി. വ്യക്തമായി പറഞ്ഞാൽ പെന്തക്കോസ്തുകാരെ കാണിച്ച് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ ചില പാസ്റ്റർമാരും പെന്തക്കോസ്തുകാരുടെ സംഘടനക്കാരെന്നും പറഞ്ഞ് നടക്കുന്ന ചിലരും രാഷ്ട്രീയക്കാരിൽ നിന്നും വൻതോതിൽ പണം തട്ടിയെടുത്തു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൂവാറിൽ ഒരു റിസോർട്ടിൽ നടന്ന വോട്ട് കച്ചവടം അന്ന് പുറം ലോകം അറിഞ്ഞു. ഇതിനിയും ഉണ്ടാകാൻ പാടില്ല. പെന്തക്കോസ്തുകാരുടെ അട്ടിപ്പേർ അവകാശം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ അതല്ല നമ്മുടെ വിഷയം. ഒരു പെന്തക്കോസ്ത് സ്ഥാനാർത്ഥി ആ ലേബലിൽ മത്സരിച്ചാൽ ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും, എന്തിന് കത്തോലിക്കക്കാരും മർത്തോമാക്കാരും ഓർത്തഡോക്സുകാരും യാക്കോബാക്കാരും ഒന്നും ഒരു വോട്ട് പോലും ചെയ്യില്ല. ആ യാഥാർത്ഥ്യം അറിയാത്തവരാണോ പെന്തക്കോസ്ത് നേതാക്കൾ? അല്ല, അവർക്ക് കൃത്യമായി അറിയാം. എന്തിനേറെ, ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും പെന്തക്കോസ്തുകാരനാണ് മത്സരിക്കുന്നതെങ്കിൽ ഇക്കൂട്ടരുടെ വോട്ട് കിട്ടാതെ വരും. അതും പോകട്ടെ, ഒരു 10,000-ൽ കൂടുതൽ പെന്തക്കോസ്ത് വോട്ടുകൾ ഉള്ള എത്ര മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്? ഉണ്ടെങ്കിൽ തന്നെ ആ വോട്ടുകൾ ഒരു പെന്തക്കോസ്ത് സ്ഥാനാർത്ഥി നിന്നാൽ N ബ്ലോക്കായി പെട്ടിയിൽ വീഴുമോ? ഇല്ല. UDFനും LDFനുമായി വോട്ട് വീതം വെച്ചു പോകും. പിന്നെ കൊടി പിടിക്കാനും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പോകാനും പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായ വിലക്കുള്ള ഒരു സമൂഹമാണ് പെന്തക്കോസ്ത് സമൂഹം. അറിയാലോ, രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുന്നവർ പാവിയാണ്. ലോകത്തിന്റെ അനുരൂപത്തിന് ഒത്തു നടക്കുന്നവൻ, വിശുദ്ധ ജീവിതം നയിക്കാത്തവൻ എന്നൊക്കെ ചാപ്പ കുത്തി അവനെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹമാണ് പെന്തക്കോസ്ത് സമൂഹം. അത് ഞാൻ പറയണ്ടല്ലോ, പറയാതറിയാമല്ലോ. എത്രയോ ചെറുപ്പക്കാരുടെ രാഷ്ട്രീയ ജീവിതം സഭകളും പാസ്റ്റർമാരും ചേർന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സമുദായങ്ങളെയും മതങ്ങളെയും എല്ലാ തുറകളിലുമുള്ള മനുഷ്യന്മാരെയും സ്നേഹിക്കുവാനും കരുതുവാനും മനസ്സുള്ള നല്ല പൊതുപ്രവർത്തകർ പെന്തക്കോസ്ത് സഭകളിൽ നിന്നുണ്ടാകണം. സഭയുടെ ലേബലിൽ അല്ലാതെ തന്നെ പ്രവർത്തന മികവ് കൊണ്ട് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുവാൻ കഴിവുള്ള പൊതുപ്രവർത്തകർ പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് വളർന്നു വരണം. അല്ലാതെ സഭയുടെ ലേബൽ അവരുടെ നെറ്റിയിൽ ഒട്ടിച്ച് ഉള്ള ജയസാധ്യത കളയാമെന്നല്ലാതെ സാധ്യതയുള്ള സീറ്റ് പോലും ലഭിക്കാതെ ഇരിക്കും. അല്ലാതെ ഒരു പ്രയോജനവുമില്ല.